ഈ അടുത്ത ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാതെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ AI എന്ന നൂതന സാങ്കേതിക വിദ്യ കടന്നു വരുന്നതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്രേ. എല്ലാവരും കേട്ട് കാണും, അതിന്റെ ഒരു പ്രതികരണം കേൾപ്പിച്ചും കാണും. അതായത് AI കടന്നു വരുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിൽ തൊഴിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് കടന്നു വരുമ്പോൾ ഈ നാട്ടിൽ വലിയ തോതിലുള്ള അസമത്വം ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത് കേട്ടുടനെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി വാലും പോക്കി ചാടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു തൊഴിലാളി പാർട്ടി എന്നുള്ള നിലയ്ക്ക്, അതിനെ നയിക്കുന്ന സെക്രട്ടറി അല്ലെങ്കിൽ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ദീർഘവീക്ഷണത്തോടു കൂടി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. AI നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്നേ മതിയാവുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭൂമിയിൽ ഒരു തൊഴിലാളി പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആരുടെ ഭാഗത്ത് നിന്നായിരിക്കണം ചിന്തിക്കേണ്ടത്? മുതലാളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോ അതോ തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോ? സ്വാഭാവികമായിട്ടും തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആ വാക്കുകൾ എത്രമാത്രം കൃത്യമായിരുന്നു എന്നതിനെ സംബന്ധിച്ച്